ജന്നാത്തുൻ നഈമി ബൈനൽ ഫിർദൗസി വ ജന്നാത്തു അദ്ൻ. ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം, ജന്നാത്തുൻ നഈം എന്ന സ്വർഗം ഫിർദൗസിന്റെയും ജന്നത്തു അദ്നിന്റെയും ഇടയിലാണത്രേ. ജന്നാത്തുൻ നഈമി, ജന്നാത്തുൻ നഈം എന്നത് ബൈനൽ ഫിർദൗസി വ ബൈന ജന്നാത്തി അദ്ൻ. അദൻ ജന്നത്തുകളുടെയും ഫിർദൗസ് ജന്നത്തിന്റെയും ഇടയിലാണ് ജന്നാത്തുൻ നഈം എന്ന് പറയുന്ന സ്ഥലം. ഫീഹാ ജവാരിൻ ഖുലിഖന മിൻ വർദിൽ ജന്ന. സ്വർഗത്തിന്റെ പൂക്കളാൽ നിർമ്മിക്കപ്പെട്ട പെൺകുട്ടികൾ അവിടെയുണ്ട്. യസ്കുനുഹല്ലദീന ഹമ്മൂ ബിൽ മആസി ഫലമ്മാ ദകറുല്ലാഹ റാഖബൂ. ആർക്കാണ് ആ സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചത് എന്നറിയുമോ? ചെറുകോട് മാണിക്കോത്ത് ഖതീബ് അഹ്ലൻ അഹ്ലൻ ഫضل മുബാറക് ഹസനാജി കാഞ്ഞങ്ങാട് മൊത്തം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ജന്നാത്തുൻ നഈമി ബൈനൽ ഫിർദൗസി വ ജന്നാത്തു അദ്ൻ. ജന്നത്തു അദ്നിന്റെയും ജന്നത്തുൽ ഫിർദൗസിന്റെയും ഇടയിലുള്ള സ്വർഗമാണ് ജന്നാത്തുൻ നഈം. അവിടെ അല്ലാഹു തആല ഒരുക്കി വെച്ച സഹധർമ്മിണിമാർ ആർക്കാണെന്നറിയുമോ? യസ്കുനുഹല്ലദീന ഹമ്മൂ ബിൽ മആസി. വ്യഭിചാരം പോലെയുള്ള തിന്മ ചെയ്യാൻ മനസ്സ് പറയുകയും തിന്മയെ സംബന്ധിച്ച് ആലോചിക്കുകയും മനക്കോട്ട കെട്ടുകയും ചെയ്തതിന്റെ ശേഷം കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നുണ്ട് എന്ന് തോന്നിയപ്പോ, പിടിച്ചിടത്തേക്ക് കിട്ടുമെന്ന് തോന്നിയപ്പോ, കൂടെ പിടിച്ചാൽ ഓടിവരുമെന്ന് പറഞ്ഞപ്പോ, തന്റെ കൂടെ ഒളിച്ചോടി വരാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞപ്പോ, അവർ അല്ലാഹുവിനെ പേടിക്കുകയും അല്ലാഹുവിനെ പേടിച്ച് അവിടെ പിരടികൾ വിറച്ചുപോയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിനെ പേടിച്ച് വ്യഭിചാരത്തിൽ നിന്ന് പിന്മാറിയ ചെറുപ്പക്കാർക്ക് അല്ലാഹു നൽകുന്ന ഇണകൾ അവിടെയുണ്ട് എന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ജന്നാത്തുൻ നഈമിൽ ഖുലിഖന മിൻ വർദിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ പൂക്കളാൽ നിർമ്മിക്കപ്പെട്ട സഹധർമ്മിണിമാർ, മംഗമാർ, അവിടെയുള്ള ഭാര്യമാർ സ്വർഗത്തിന്റെ മിൻ വർദിൽ ജന്ന, പൂക്കളാൽ നിർമ്മിക്കപ്പെട്ട അതിസുന്ദരമാരെ നൽകുന്നത്, അല്ലാഹു നൽകുന്നത് വ്യഭിചാരത്തിന് പിന്മാറിയ ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നാട്ടുകാരെ പേടിച്ച് പുറത്ത് അടി കിട്ടുമെന്ന് വിചാരിച്ചതല്ല. അല്ലേ, നമ്മുടെ സായാഹ്ന പത്രങ്ങൾ ഉണ്ടല്ലോ, കാസർഗോഡ് വലിയ പേടിക്കേണ്ട സാധനം അതാണ്. അതിൽ വരുമെന്ന് പേടി. കാരണം ക്രൈം വാർത്തകളാണ് സായാഹ്ന പത്രക്കാർ ഇവിടെ. ബസ്സിലും ട്രെയിനിലൊക്കെ അത് വിൽക്കുന്ന ചെറുപ്പക്കാർ വായിക്കലും തട്ടിക്കൊണ്ടേയി മറ്റോട് പ്രസവിച്ചു അല്ലെങ്കിൽ ഇതായി, ഇങ്ങനത്തെ പച്ചയായ മോശപ്പെട്ട കാര്യങ്ങളാണ് ഇവർ വിളിച്ചു പറയാം. അപ്പൊ പിടിച്ചു നിൽക്കുന്നത് തിന്മ വാർത്ത കൊണ്ടാണ്. അവരൊക്കെ എങ്ങനെ അള്ളാഹിന്റെ അടുത്ത് ഹിസാബിനെ പറയുന്നത്? അല്ലാഹു അല, ഈ പത്രം നടത്തുന്നവരൊക്കെ അള്ളാഹിന്റെ കോടതിയിൽ വന്നാൽ ഇതുപോലെയുള്ള വിഷയങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. തിന്മകൾ പബ്ലിഷ് ചെയ്തിട്ട് എന്താ കാര്യം? തിന്മയിലേക്ക് ഒരു ഊർജം കിട്ടുന്നല്ലാതെ. അപ്പോ അത് പേടിച്ചിട്ട് പിന്മാറി. അല്ലെങ്കിൽ നാട്ടുകാരെ പിടിച്ച് അടി കൂടുവോ, അല്ലെങ്കിൽ എനിക്കിനി വേറെ പെണ്ണ് കിട്ടൂലേ, അതാലോചിച്ച് എന്റെ കുടുംബത്തിന് മാനക്കേടുണ്ട്, അതൊന്നുമല്ല. റാഖബൂ, അള്ളാഹുവിനെ പേടിച്ച് പിന്മാറിയാൽ. ഇങ്ങനത്തെ പെണ്ണുങ്ങൾക്കും നല്ല പുതിയാപ്പിളമാർ അവിടെ ഉണ്ടെന്നാണ്. പക്ഷെ അള്ളാഹു പച്ചയിൽ പെണ്ണുങ്ങൾ കാണുങ്ങളുണ്ട് എന്ന് ഖുർആനിൽ പറയില്ല. അത് അള്ളാഹുവിന്റെ അദബുൽ ഹിവാർ, അള്ളാഹു ചാല റബ്ബിന്റെ ഒരു അദബാണ്. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു പെണ്ണിന് ആണുണ്ട് എന്ന് പറയൽ അറബ് സംസ്കാരത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലും മോശപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹു ഒറ്റ വാക്ക് പറഞ്ഞു, ഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയുൻ. ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നിങ്ങളുടെ കണ്ണുകൾ എന്തൊക്കെ ആശിക്കുന്നുണ്ടോ, ശരീരം എന്തിനെല്ലാം കൊതിവെക്കുന്നുണ്ടോ, അതെല്ലാം അവിടെയുണ്ട്. ഈ പറഞ്ഞതിൽ പെണ്ണുങ്ങൾക്ക് അവിടെ പുരുഷന്മാരുണ്ടോ, ഭർത്താക്കന്മാരുണ്ടോ, ഇതൊക്കെ അതിൽ പെട്ടു, അതൊക്കെ അതിലുണ്ടെന്നാണ്. ഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയുൻ. അങ്ങനെയാണെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് പിന്മാറിയ പെൺകുട്ടിക്ക് വ്യഭിചാരത്തിന്റെ വക്കോളം എത്തിയപ്പോൾ റാഖബൂ, എന്റെ അള്ളാഹു എന്നെ കാണുന്നുവല്ലോ എന്ന് ആലോചിച്ച് പിന്മാറിയ പെണ്ണിനും അള്ളാഹു നൽകുന്ന പ്രതിഫലം ജന്നാത്തുൻ നഈമിലെ അതിസുന്ദരന്മാരായ ഭർത്താക്കന്മാരെന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ വചനം പഠിപ്പിക്കുന്നു.
അല്ലാഹു നമുക്ക് സ്വർഗ്ഗലോകം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, എങ്ങനെയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നത്. അങ്ങനെയാണ് മഹാനായ അല്ലാമ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അഖീൽ എന്നവർ പ്രഗൽഭനായ പണ്ഡിതനാണ്. അബുൽ വഫ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി അവരുടെ താരീഖിൽ അബുൽ മുദഫർ സിബ്ത് ഇബ്നുൽ ജൗസി അവരുടെ താരീഖിൽ അബുൽ വഫ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. വിശുദ്ധമായ മക്ക അൽ മുകറമ ഹറസഹല്ലാഹ്, അല്ലാഹു ആ മക്ക നഗരത്തിന് എന്നും കാവൽ നൽകട്ടെ. അവന്റെ മദീനക്കും അല്ലാഹു കാവൽ നൽകട്ടെ. പരിശുദ്ധമായ ഖുദ്സിന് ജെറൂസലേമിന് അല്ലാഹു തആല കാവൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കയിൽ നിൽക്കുകയാണ് മഹാനായ ഇബ്നു അഖീൽ തങ്ങൾ. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉംറയിലാണല്ലേ. ഉംറത്തുൻ ഫീ റമളാന തഅദിലു ഹജ്ജതൻ മഈ, റമളാനിൽ ചെയ്യുന്ന ഒരു ഉംറ എന്റെ കൂടെ ചെയ്ത ഹജ്ജിന് തുല്യമാണെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് തരട്ടെ യാ റബ്ബൽ ആലമീൻ. എപ്പോഴെപ്പോഴും ഉംറക്ക് പോകരുത്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകളെ അല്ലാഹു മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉലമാഉൽ ആഖിറ, പരലോകത്തേക്ക് പോകുന്ന ആലിമീങ്ങളുടെ സർവ്വ അടയാളങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന വളരെ മുത്തഖിയായ അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു മഹാൻ. വലാ നുസക്കി അലല്ലാഹി അഹദ നഹ്സിബുഹു ഖൈറാ. അല്ലാഹു ആ മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എന്റെ സുഹൃത്ത് ഉസ്താദിനെ ഞങ്ങൾ ബഹ്റൈനിൽ വെച്ച് കണ്ടപ്പോ കൂടെ വന്ന സുഹൃത്ത് പറഞ്ഞു, ഉസ്താദ് ഈ റമളാനിൽ ഉംറക്ക് പോവാൻ. ഉംറ കഴിഞ്ഞ് വന്നപ്പോ ഉംറക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞു, ഉംറക്ക് ഇടക്കിടക്കൊന്നും പോണ്ട, ഇടക്കിടക്കൊന്നും ഉംറക്ക് പോവരുത് എന്ന് പറഞ്ഞു. എന്തേ കാരണം എന്നറിയോ? കഅബയോടുള്ള ഒരു മതിപ്പ് നഷ്ടപ്പെടുന്നു ഇടക്കിടക്ക് പോയ. ഈ ഉംറക്ക് കൊണ്ടുപോകുന്ന ഉസ്താദ്മാർക്കൊക്കെ വലിയ ഒരു ബലാവും അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഇബ്തിലാവും പരീക്ഷണാണെന്നാണ്. കാരണം ഇടക്കിടക്ക് ഇങ്ങനെ പോയാലേ ഹറമ് അതൊക്കെ നമുക്ക് പുല്ലാന്നുള്ളൊരു തോന്നൽ വന്നുപോയാൽ കഴിഞ്ഞു. ഹറമിന്റെ പുണ്യവും ഹറമിന്റെ മഹത്വവും നമ്മുടെ കൽബിന്ന് ഇടിഞ്ഞു പോകും ഇടക്കിടക്ക് ഇങ്ങനെ പോകുമ്പോ. ഉസ്താദ് പറയാണ്, വലിയ കൊതി ഹുബ്ബുണ്ടെങ്കിൽ പോയിക്കോ, അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നൊക്കെ ധാരാളമാണ്. ആ ഉംറക്ക് പോകുന്ന കാശ് കൊണ്ട് എത്രയോ പാവപ്പെട്ടവരെ സഹായിച്ചാൽ ആ ഉംറയെക്കാളും വലിയ കൂലി നാട്ടിൽ തന്നെ കിട്ടും. ഇടക്കിടക്കൊന്നും പോയിട്ട് എന്ത് ചെയ്യരുത്, കഅബയുടെ ആ ഒരു പുണ്യം റൗള ഷരീഫൊക്കെ കാണുന്ന ഒരു രസമുണ്ടല്ലോ, അത് നഷ്ടപ്പെടും ഇടക്കിടക്ക് എപ്പോഴെപ്പോഴും ആയിക്കഴിഞ്ഞാൽ. ഉസ്താദ് ഇപ്പൊ ഈ റമളാന്റെ ഒരാഴ്ച മുമ്പ് സുബ്ഹാനല്ലാഹ് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊന്നും ആരും പറയില്ല, ആ പോയിക്കോ നമുക്ക് വേണ്ടി തോരുന്ന വരുമ്പോ എന്താ കൊണ്ടുവരാന്നാ ചോദിക്കുക അല്ലെ. ആ സുബ്ഹാനല്ലാഹ്, ഉസ്താദ് അങ്ങനെയല്ല. മക്കത്തുൽ മുഹറം, മക്കൽ മുകറമ ഹറസഹല്ലാഹ്, പരിശുദ്ധമായ മക്കയിൽ മഹാനായ അല്ലാമ അബുൽ വഫാ ഇബ്നുൽ അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിൽ അനുഭവം പറയുന്നുണ്ട്. ഞാനെന്ന് വിശന്ന് വല്ലാത്ത വിശപ്പ്, എന്തെന്നില്ലാത്ത വിശപ്പ്, ഭക്ഷണം കിട്ടുന്നില്ല, ഭക്ഷണമില്ല, വലിയ വിശപ്പ്, ബുദ്ധിമുട്ടുണ്ട്. മക്കയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരു പാക്കറ്റ് കണ്ടു, ഒരു നല്ല മനോഹരമായ തുണി കൊണ്ട് പൊതിഞ്ഞെടുത്ത ഒരു കിഴി. ഞാൻ തുറന്നു നോക്കുമ്പോ മാഷാ അല്ലാഹ്, അതിന്റെ ഉള്ളിൽ കാണുന്നത് മുത്തുകളാണ്. മുത്തുകളുടെ ഒരു കിഴി. അന്നത്തെ വലിയ പൈസ അതാണ്. വലിയൊരു കോടീശ്വരന്റെ ATM ഒക്കെ വീണുപോയ എന്താ അതാ അവസ്ഥ. അന്നത്തെ വലിയ മുതലാളിന്റെ ATM ആണ് ആ കിഴി എന്നൊക്കെ പറഞ്ഞു. മുത്തുകളാ കൊണ്ട് നടക്കുക. അദ്ദേഹം പറയാം, എനിക്ക് വിശപ്പുണ്ട്, വല്ലാത്ത വിശപ്പുണ്ട്. ഞാൻ ആ പൊതി എന്റെ കയ്യിലെടുത്തു. ആര് ചോദിച്ചു വരുന്നുണ്ടോ അവർക്ക് കൊടുക്കണമെന്ന നിയ്യത്തോടുകൂടെ ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ തുറന്നു നോക്കുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ മുത്തുകൾ അതിലുണ്ട്. ഞാനത് ആരുടേതാണെന്ന് വിളിച്ചു ചോദിക്കാനെന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ. പ്രായമുള്ള ഒരാൾ വന്ന് പറയുന്നുണ്ട്, മക്കളെ എന്റെ ഒരു കിഴി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആര് തിരിച്ചു തന്നാലും 500 ദീനാർ, 500 സ്വർണ്ണ നാണയം, 500 ദീനാർ ഞാൻ പകരം കൊടുക്കും. എന്റെ ആ നഷ്ടപ്പെട്ടു പോയ മുത്തുകളുടെ കിഴി ആരെങ്കിലും കണ്ടെങ്കിലും തിരിച്ചു തരയണമേ. അപ്പൊ ഇബ്നു അഖീൽ തങ്ങൾ പറയാ, ഞാൻ വിശന്നിരിക്കുകയാണ്,
ഒരു 500 ദിർഹമൊക്കെ കിട്ടാൻ എനിക്ക് വല്ലാത്ത ആവശ്യവുമുണ്ട്. 500 വേണ്ട, ഒരു ദിർഹമിന്റെ പകുതി മതി. പക്ഷെ ഇയാൾ ഓഫർ ചെയ്യല്ലേ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു തിരിച്ചു കൊടുക്കാമെന്ന്. അദ്ദേഹത്തോട് ചോദിച്ചു, നഷ്ടപ്പെട്ടു പോയ കിഴിയുടെ നിറം എന്താണ്, രൂപം എന്താണ്, എന്താണ് അകത്തുള്ളത്, വെരിഫൈ ചെയ്യണല്ലോ, ശരിയാണോ നുണ പറയാണോ അല്ലേ എന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നോക്കുമ്പോ അദ്ദേഹം പറഞ്ഞ ആ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോ തന്റെ കയ്യിൽ കിട്ടിയത് അയാളുടെ നിധിയാണ്, അയാളുടെ ആ മുത്തുകളുടെ പാക്കറ്റാണ്. ഞാൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു അത്. അദ്ദേഹം അതിന് പകരം എന്റെ കയ്യിലേക്ക് വെച്ച് നീട്ടി തന്നു. 500 ദീനാർ, 500 സ്വർണ്ണ നാണയം തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന്. അദ്ദേഹം പറഞ്ഞത് എടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഒരു നന്മക്ക് പകരം നമ്മൾ പ്രതിഫലം ചോദിച്ചുകൂടല്ലോ, ഇതെന്റെ ബാധ്യതയാണ്. അദ്ദേഹം പറഞ്ഞു പിടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അദ്ദേഹം പറഞ്ഞു എടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞു വേണ്ട. ആദ്യം തോന്നി വിശക്കുന്നുണ്ടല്ലോ, കുറച്ച് പൈസയൊക്കെ കിട്ടിയാൽ തിരക്കേടില്ല എന്ന്. പക്ഷേ പിന്നെ തോന്നി നഷ്ടപ്പെട്ടു പോയതിന്റെ സാധുവിന്റെ പൈസ എടുത്തിട്ട് എന്തിനാ. നബി തങ്ങൾ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് മുസ്ലിമിലുണ്ടെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഹബീബായ തങ്ങൾ പറയാ, അന്ന് മുമ്പൊരു സ്ഥലക്കച്ചവടം നടക്കുമ്പോ, റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, കേൾക്കുക. ഒരു സ്ഥല കച്ചവടം നടക്കാൻ, കച്ചവടമൊക്കെ ഉറപ്പിച്ചു, പൈസ ഒക്കെ വാങ്ങി, ഉടമസ്ഥൻ ഒരാൾക്ക് വിറ്റു, അയാൾ വാങ്ങിച്ച് അവിടെ എന്തോ വീട് വെക്കാനോ മറ്റോ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ നിധി കിട്ടുന്നത് ഒരു പൂജയിൽ ഒരു കലത്തിൽ നിറയെ സ്വർണ്ണ നാണയം. അന്നത്തെ ബാങ്ക് ലോക്കറുകൾ അങ്ങനെയാണ്, ഭൂമിയിലാ കുഴിച്ചിടുക. ആ ഒരു ഓർമ്മക്ക നമ്മൾ ഇന്നും ഏതെങ്കിലും ഭൂമിയിൽ നിധി ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചു പോകും. നിധിന്റെ എന്ന് പറയും മനുഷ്യന്മാര് ചാടി വീഴാണ്, കുറെ പറ്റിക്കപ്പെട്ടതും അല്ലാത്തതും കൊലപാതകങ്ങളും. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു നിധി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മറ്റേ കഥന്റെ അടിയിലാണ്, തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. അപ്പോ നിധി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഇത് വിറ്റ ആളുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ചോദിച്ചു, അല്ല നിങ്ങൾ എനിക്ക് തന്നത് ഭൂമിയോ അല്ല സ്വർണ്ണോ? ഭൂമി കച്ചവടം, ഭൂമിയല്ലേ നിങ്ങൾ വാങ്ങിച്ചത്. എന്നാലേ അതിന്റെ അകത്തുനിന്ന് എനിക്കൊരു പാത്രം നിറയെ സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ട്, ദീനാറ് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ എടുക്കണം. അത് ഞാൻ എടുക്കൂല, വിറ്റ ആള്. അതെങ്ങനെ? നിങ്ങൾക്ക് ഞാൻ ഭൂമി വിറ്റില്ലേ, ഭൂമി വിറ്റപ്പോ അതിന്റെ ഉള്ളിലുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെയല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു പറ്റില്ല, നിങ്ങളുടെ ഭൂമിയല്ലേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, അതിനകത്തുള്ള സ്വർണം കച്ചവടത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ളതാ. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കൂല. ഇങ്ങനത്തെ റിയൽ എസ്റ്റേറ്റ് വരെ കിട്ടൂലട്ടാ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിലൊക്കെ എന്നാ ഇരിക്കും, നമുക്ക് ആ കോൺട്രാക്ട് ഒന്നും കൂടെ ഒന്ന് മാറ്റി എഴുതണം. സെന്റിന് 2 ലക്ഷം വെച്ചത് 25 ലക്ഷം ആക്കാം, എന്നിട്ട് ആ കച്ചവടം അങ്ങ് മാറ്റി ഒന്ന് അടിക്കാന്ന് പറയും. വിറ്റാള് പറഞ്ഞു എനിക്ക് വേണ്ട, വാങ്ങിച്ചാള് പറഞ്ഞു എനിക്കും വേണ്ട. അപ്പോഴാണ് നീതിമാനായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ വിഷയമെത്തി. അദ്ദേഹം ചോദിച്ചു, അല്ല നിങ്ങൾക്ക് പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടോ? വാങ്ങിച്ചാള് പറഞ്ഞു എനിക്കൊരു മോളുണ്ട്, വിറ്റാള് പറഞ്ഞു എനിക്കൊരു മോനുണ്ട്. എന്നാ പിന്നെ എന്ത് ചെയ്യാ, ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് അവരുടെ നിക്കാഹിന്റെ ചെലവ്, കല്യാണത്തിന്റെ ചെലവ് ഈ നിധിയിൽ നിന്നായിക്കൊള്ളട്ടെ, ഇത് രണ്ടാളുടെയും സ്വത്താണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയത്. അല്ലെങ്കിൽ പരിഹാരം ഉണ്ടായിരുന്നില്ല. സുബ്ഹാൻ. ഇങ്ങനത്തെ ഒരു നന്മയാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചത്. ഇന്ന് പൈസക്ക് വേണ്ടി ഉമ്മാനോട് തെറ്റ്, വാപ്പാനോട് പിണക്കം, പെങ്ങളോട് തെറ്റ്, ജ്യേഷ്ഠനോട് തെറ്റ്, ആ 5 സെന്റ് എനിക്ക് വേണം, ഇത് എനിക്കിത് കിട്ടിയില്ല, അതെനിക്ക് തന്നില്ല. ദുന്യാവിന് വേണ്ടി ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന കാലമാണിത്. മനുഷ്യൻ വിചാരിക്കുന്ന പൈസയാണല്ലോ, ഒന്നുമല്ല, പൈസ ഒന്നുമല്ല, പൈസയല്ല. ജീവിതത്തിലെ വലിയ സമ്പാദ്യം ഒരുപാട് സ്നേഹബന്ധങ്ങളാണ്, ഒരുപാട് സുഹൃത്തുക്കളാണ്, നല്ല അടുപ്പവും സ്നേഹവും, അതിലും വലിയ സമ്പാദ്യമില്ല. അങ്ങനെയാണ്. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു കല്യാണം വന്ന് നടന്നൊരു ഹലാലായ കല്യാണം ഇരിക്കട്ടെ. വിവാഹവുമായുള്ള ചർച്ചയുടെ ഭാഗമായതുകൊണ്ട് അത് നമ്മുടെ ഈ ചർച്ചയിലേക്ക് നമ്മൾ ചേർത്ത് വായിച്ചു എന്ന് മാത്രം. മഹാനായ അല്ലാമ ഇബ്നു അഖീൽ അബുൽ വഫാ തങ്ങൾ പറയാണ്, അദ്ദേഹം നിർബന്ധിച്ചു പറഞ്ഞു എന്നോട് വല്ലതും വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്. മക്കയിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു. ഞാൻ കപ്പൽ കയറുന്നു. എത്യോപ്യയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് നിന്ന് കപ്പൽ കയറുന്നു. അങ്ങനെ എന്റെ കപ്പൽ ചെന്നെടുക്കുമ്പോഴേക്കും എന്റെ കൂടെയുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ കടലിലെ അപകടങ്ങളിൽ വിഷമത്തിൽപ്പെട്ട് മരിച്ചുപോയിട്ടുണ്ട്. കുറെ ആളുകളെ കാണാതായിട്ടുണ്ട്. ഞാൻ എങ്ങനെയോ എന്റെ ആ മുറിയൻ കപ്പലുമായി ഒരു ദ്വീപിലേക്ക് എത്തിപ്പെട്ട അവിടെ മുസ്ലിമീങ്ങളുണ്ട്, ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. മഹാന്മാരായ സാദാത്യങ്ങളും സഹാബത്തൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന പോലെ ചെന്ന് നോക്കുമ്പോ കൊടുത്തോ